മൊഡ്യൂൾ 4 നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള സെക്ഷന് വിൽസൺസ് തിയറം എന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പോൾ അതിൽ വിൽസൺ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് റിസൾട്ട്സ് നോക്കാനാണ്. ഓക്കെ, സോ വി നോ ദാറ്റ് ദ ലീനിയർ കോൺഗ്രുവൻസ് AX congruent to 1 mod M has a unique solution if and only if GCD of AM equal to 1. അല്ലേ, നമ്മൾ കോൺഗ്രുവൻസ് പറഞ്ഞപ്പം ലീനിയർ കോൺഗ്രുവൻസിൻ്റെ അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു AX congruent to 1 mod M, it has a unique solution if and only if GCD of AM equal to 1. ഇനി further the solution is an inverse A inverse of A modulo M. ഇതിൻ്റെ സൊല്യൂഷൻ AX congruent to 1 mod M. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഒരു എക്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ, ദിസ് ലീനിയർ കോൺഗ്രുവൻസ് അല്ലേ. ഈ എക്സിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത്? AX congruent to 1 mod M ആയിരുന്നെങ്കിൽ എക്സ് ഈസ് കോൾഡ് ആസ് ദ ഇൻവേഴ്സ് ഓഫ് എ. എക്സ് ഈസ് A ഇൻവേഴ്സ്. ഓക്കെ, സോ എക്സിനെ നമ്മൾ എന്താ പറയുന്നത്? A ഇൻവേഴ്സ് ആണ്, ഇൻവേഴ്സ് ഓഫ് A മോഡുലോ M. ഓക്കെ, നൗ നമ്മളവിടെ മോഡ് എമ്മിലാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഇനി എന്താണ്? സപ്പോസ് ദാറ്റ് ദ മോഡുലസ് ഇസ് എ പ്രൈം. ഇവിടെ മോഡ് എം, അത് എം ഇസ് എൻ എനി ഇൻറ്റീജർ എന്നാണ് ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളിവിടെ ഈ എം ഒരു പ്രൈം നമ്പറാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. സോ മോഡുലസ് ഇസ് എ പ്രൈം. ദെൻ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി ദാറ്റ് ഈസ് ഇൻറ്റീജേഴ്സ് 1 through p minus 1 ആർ ഇൻവേർട്ടിബിൾ. സോ നമ്മൾ മോഡ് പിയിൽ ഈ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്യാണ് AX congruent to 1 mod P. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന എക്സുകൾ ദ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി, അതായത് മോഡുലോ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി എന്താണ്? മോഡ് പിയിലുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 എക്സെട്ര P-1 ആണ് അല്ലേ. അവിടുത്തെ നമ്മൾ എന്താ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് ആണ്. സോ 0 ഈസ് നോട്ട് കൺസിഡേർഡ്. അതായത് 1, 2, 3 എക്സെട്ര P-1. ഇതാണ് പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി, അതായത് 1, 2, 3 എക്സെട്ര P-1 മോഡ് പിയിൽ ഇതെല്ലാം എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു പ്രൈം പി കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ്, അതായത് 1, 2, 3 എക്സെട്ര P-1, ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ്. ഈ പിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് ആയ 1, 2, 3 എക്സെട്ര P-1 എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു നമ്പർ എ ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? എ ഈസ് ഇൻവേർട്ടിബിൾ if A has an inverse A inverse that satisfies the congruence AX congruent to 1 mod M. അതായത് A inverse congruent to 1 mod M ആവണം. അങ്ങനെ ഒരു ഇൻവേഴ്സ് A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? A ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ പറഞ്ഞത് മോഡ് പി, അതായത് ഒരു പ്രൈം നമ്പർ പി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എല്ലാം ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, സോ നമ്മളിവിടെ P = 7 ആയിട്ട് എടുത്തു. ഒരു പ്രൈം പി എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മോഡ് പി, അതായത് മോഡ് 7ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 and 6. ഇതാണ് 7ൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ പി ആർ ഇൻവേർട്ടിബിൾ. അപ്പോൾ ഈ 1, 2, 3, 4, 5, 6 ഈ 6 വരെയുള്ള ഈ 1 to 6 വരെയുള്ള എല്ലാ നമ്പേഴ്സും മോഡ് 7ൽ ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കത് ഇൻവേർട്ടിബിൾ ആവുമോ നോക്കാം. സോ 1 ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്താണ്? എ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ഒരു ഇൻറ്റിജർ എക്സ് എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് AX congruent to 1 mod M ആവണം. ഓക്കെ, ആ രീതിയിൽ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്താൽ എക്സ് എന്താണ്? എയിൻ്റെ ഇൻവേഴ്സ് ആവും. ആൻഡ് വി സേ ദാറ്റ് എ ഈസ് ഇൻവേർട്ടിബിൾ. സോ നമ്മളിവിടെ എ ആയിട്ട് 1 കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം. 1 ഇൻറ്റു ദാറ്റ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod, നമ്മളിവിടെ എടുക്കുന്നത് 7, 1 mod 7 ആവുന്ന രീതിയിൽ. ഇവിടെ 1 ഇൻറ്റു 1 കൺസിഡർ ചെയ്ത് നോക്കൂ. 1 ഇൻറ്റു 1 എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod M എന്നെഴുതാം അല്ലേ. അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 1 നമ്മൾ A 1 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എക്സ് ആയിട്ട് എന്തിനെ കിട്ടുന്നുണ്ട്? 1. അതായത് 1 ഇൻറ്റു 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്നെഴുതാൻ പറ്റുന്നുണ്ട്. സോ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് 1 mod M. ഓക്കെ,
1. സോ 1ന് എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. 1ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1 തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ 2. ഇതിൻ്റെ എല്ലാ ലീസ്റ്റ് റെസിഡ്യൂസും എന്താണെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോന്നും നോക്കണം. സോ അടുത്തത് നമ്മൾ 2 എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു സംതിങ് ഷുഡ് ബി കോൺഗ്രുവൻറ്റ് ടു 1 mod 7. ഓക്കെ, 2 ഇൻറ്റു സംതിങ് ഷുഡ് ബി കോൺഗ്രുവൻറ്റ് ടു 1 mod 7. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഇവിടെ വരുന്ന ഈ നമ്പറിനെ നമ്മൾ എന്ത് പറയും? 2ൻ്റെ ഇൻവേഴ്സ് ആണ് പറയും. അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ. സോ ഇവിടെ ഉള്ളതിൽ ഞാനിവിടെ 2 ഇൻറ്റു 4 കൊടുത്തു. 2 ഇൻറ്റു 4 എന്താണ്? 8 ആണ്. ഇവിടെ എന്താ? 1 ആണല്ലേ. സോ 8 മൈനസ് 1 ഈസ് 7 ആൻഡ് 7 ഡിവൈഡ്സ് 7. സോ 2 ഇൻറ്റു 4 എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7. സോ 2 നമ്മൾ 2 ആയിട്ട് എടുക്കുമ്പോൾ ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 2ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 2ൻ്റെ ഇൻവേഴ്സ് ഈക്വൽ ടു 4 ആണ്. സോ 1ൻ്റെ ഇൻവേഴ്സ് 1 ആയിരുന്നു. 2ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. അടുത്തത് 3 എടുത്തു. 3 ഇൻറ്റു സംതിങ് ഷുഡ് ബി കോൺഗ്രുവൻറ്റ് ടു 1 mod 7. എന്താ വരിക? 3 ഇൻറ്റു സംതിങ്. സോ ഞാനിവിടെ 3 ഇൻറ്റു 5 എന്നെടുത്ത് വിചാരിച്ചു. 3 ഇൻറ്റു 5 ഈസ് 15. 15 മൈനസ് 1 ഈസ് 14 ആൻഡ് 7 ഡിവൈഡ്സ് 14. സോ 3 ഇൻറ്റു 5 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആണ്. സോ 3 എടുക്കുമ്പോൾ ഇൻറ്റു 5 നമുക്കിവിടെ ഒരു നമ്പർ 5 കിട്ടുന്നുണ്ട്. സച്ച് ദാറ്റ് 3 ഇൻറ്റു 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7. ദാറ്റ് ഈസ് 3ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 3 ഇൻവേഴ്സ് ഈസ് 5. ഓക്കെ, നെക്സ്റ്റ് ഈസ് 4. 4 ആണ് അടുത്തത്. പക്ഷെ നമ്മളിവിടെ നേരത്തെ കണ്ടിരുന്നു 2 ഇൻറ്റു 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇൻറ്റു 2 കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്നെഴുതാം അല്ലേ. 4 ഇൻറ്റു 2ഉം എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 mod 7. അതായത് 4ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 2 ആണ്. സോ 2ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. 4ൻ്റെ ഇൻവേഴ്സ് 2. അതേപോലെ 3ൻ്റെ ഇൻവേഴ്സ് നമുക്ക് 5 ആണെന്ന് കിട്ടി. ആൻഡ് ഇവിടുന്ന് എന്താ പറയാം? 5ൻ്റെ ഇൻവേഴ്സ് 3 ആണെന്ന് പറയാം. ലാസ്റ്റ് രണ്ട് എന്താണ്? 6 ആണ്. 6ൻ്റെ നമ്മൾ എന്താ പറയാം? 6 ഇൻറ്റു സംതിങ് ഷുഡ് ബി കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്ന് കിട്ടണം. സോ ഇവിടെ 6 ഇൻറ്റു 6 കൺസിഡർ ചെയ്താൽ എന്താ വരിക? 36. സോ 36 മൈനസ് 1 ഈസ് 35 ആൻഡ് 7 ഡിവൈഡ്സ് 35. സോ 6 ഇൻറ്റു 6 ഒരു 6 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് 6 ഇൻറ്റു 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7. സോ 6ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 6 തന്നെയാണ്. സോ 7 അതിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് 1 2 3 4 5 6 എടുത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 1 ഇൻവേഴ്സ് 1 ആണ്. 2 ഇൻവേഴ്സ് 4 ആണ്. 3 ഇൻവേഴ്സ് 5 ആണ്. 6 ഇൻവേഴ്സ് 6 ആണ്. 4ൻ്റെ ഇൻവേഴ്സ് 2ഉം 5ൻ്റെ ഇൻവേഴ്സ് 3. സോ അതിൻ്റെ എല്ലാ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസും എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, സോ മോഡ് പി ഒരു പ്രൈം പി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡ് പിയിൽ അതിൻ്റെ എല്ലാ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് അതായത് 1 2 3 എക്സെട്ര പി മൈനസ് 1 ഇതെല്ലാം മോഡ് പിയിൽ എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇനി ഒരു കാര്യം നോക്കൂ, 1ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1 തന്നെയാണ് കിട്ടിയത്. 6ൻ്റെതോ 6 അതായത് 1 ഫസ്റ്റത്തതും ലാസ്റ്റത്തതും 1ഉം പി മൈനസ് 1. മോഡ് പി കൺസിഡർ ചെയ്യുമ്പോൾ 1 പി മൈനസ് 1. 1ൻ്റെ ഇൻവേഴ്സ് 1ഉം പി മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് എന്താവും? പി മൈനസ് 1ഉം തന്നെയാണ് വരിക. ഓക്കെ, ഏതൊരു പ്രൈം പി എടുത്തിട്ടുണ്ടെങ്കിലും 1ൻ്റെ ഇൻവേഴ്സ് 1ഉം പി മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് പി മൈനസ് 1ഉം ആയിരിക്കും. ബാക്കി അതിൻ്റെ ഉള്ളിലുള്ളത് ഏതൊക്കെയാണ്? 2 3 4 5. അതിൽ 2ൻ്റെ ഇൻവേഴ്സാണ് 4, 4ൻ്റെ ഇൻവേഴ്സ് 2, 3ൻ്റെ ഇൻവേഴ്സ് 5, 5ൻ്റെ ഇൻവേഴ്സ് 3. സോ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി എല്ലാതും എന്തായിരിക്കും? പെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു നമ്പർ എ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. വേറൊരു നമ്പർ ബി ഉണ്ടെങ്കിൽ ബി ഇൻവേഴ്സും അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഈ എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ബാക്കി ആ ഉള്ളിലുള്ളതെല്ലാം പെയേഴ്സ് ആയിട്ടാണ് ഒക്കർ ചെയ്യുക. നെക്സ്റ്റ് ഒരു ലെമ്മ നോക്കാം. എ പോസിറ്റീവ് ഇൻറ്റിജർ എ ഈസ് സെൽഫ് ഇൻവേർട്ടിബിൾ മോഡുലോ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു പ്ലസ് ഓർ 1 mod പി. ഓക്കെ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് ഇൻവേർട്ടിബിൾ മോഡുലോ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ എ കോൺഗ്രുവൻറ്റ് ടു പ്ലസ് ഓർ മൈനസ് 1 mod പി. നമുക്ക് അറിയാം ഒരു ഇൻറ്റിജർ എ അതെപ്പോഴാണ് നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം? അതിൻ്റെ ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് എ തന്നെ ആകുമ്പോഴാണ് നമ്മളതിനെ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. സപ്പോസ് എ ഈസ് സെൽഫ് ഇൻവേർട്ടിബിൾ. എ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്കറിയാം എ എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോഡ് പിയിൽ എൻ്റെ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പറയും. സോ എൻ്റെ ഇൻവേഴ്സ് എ തന്നെ ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി അല്ലേ. എൻ്റെ ഇൻവേഴ്സ് എ തന്നെ ആയതുകൊണ്ട് എ ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി. ദാറ്റ് ഈസ് എ സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി എന്നെഴുതാം.
ഇതിൽ നിന്നും കോൺഗ്രൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം, പി ഡിവൈഡ്സ് എ സ്ക്വയർ മൈനസ് വൺ. എ സ്ക്വയർ മൈനസ് വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതാം, എ മൈനസ് വൺ ഇൻറ്റു എ പ്ലസ് വൺ. സോ പി ഡിവൈഡ്സ് എ മൈനസ് വൺ ഇൻറ്റു എ പ്ലസ് വൺ ഒരു പ്രൊഡക്റ്റ് ആണല്ലേ, പി ഡിവൈഡ്സ് എ മൈനസ് വൺ ഇൻറ്റു എ പ്ലസ് വൺ. നമ്മളൊരു ലെമ്മ പഠിച്ചിട്ടുണ്ട്, പി ഒരു പ്രൈമും പി ഡിവൈഡ്സ് എ ഇൻറ്റു ബി എ ബി ആണെങ്കിൽ either p divides a or p divides b. സോ ഇവിടെ എന്താണ്, പി പ്രൈം ആണ് ആൻഡ് പി ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് എ മൈനസ് വൺ ഇൻറ്റു എ പ്ലസ് വൺ. ദെൻ ഈ ലെമ്മ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, പി ഡിവൈഡ്സ് എ മൈനസ് വൺ ഓർ പി ഡിവൈഡ്സ് എ പ്ലസ് വൺ. ഓക്കെ, സോ പി ഡിവൈഡ്സ് എ മൈനസ് വൺ ആണെങ്കിൽ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാം, എ കോൺഗ്രുവൻ ടു വൺ മോഡ് പി. പി ഡിവൈഡ്സ് എ പ്ലസ് വൺ ആണെങ്കിൽ അതും നമുക്ക് എങ്ങനെ എഴുതാം, എ കോൺഗ്രുവൻ ടു മൈനസ് വൺ മോഡ് പി എന്നെഴുതാം. സോ നമ്മൾ എ സെൽഫ് ഇൻവേർട്ടബിൾ ആണ് എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എയ്തർ എ കോൺഗ്രുവൻ ടു വൺ മോഡ് പി ഓർ എ കോൺഗ്രുവൻ ടു മൈനസ് വൺ മോഡ് പി. സോ എ ഈസ് കോൺഗ്രുവൻ ടു പ്ലസ് ഓർ മൈനസ് വൺ മോഡ് പി. Conversely, suppose that A is congruent to 1 mod P or A is congruent to minus 1 mod P. Okay, A congruent to 1 mod P or A congruent to 1 minus 1 mod P ആണെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം, ഈ ഇതിൻ്റെ എ കോൺഗ്രുവൻ ടു ബി മോഡ് പി ആണെങ്കിൽ എ സ്ക്വയർ കോൺഗ്രുവൻ ടു ബി സ്ക്വയർ മോഡ് പി ആണ്. സോ ഇവിടെ എ കോൺഗ്രുവൻ ടു 1 മോഡ് പി ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാം, എ സ്ക്വയർ കോൺഗ്രുവൻ ടു 1 സ്ക്വയർ മോഡ് പി, എ സ്ക്വയർ കോൺഗ്രുവൻ ടു 1 മോഡ് പി. ഇതോ എ കോൺഗ്രുവൻ ടു ഇതും ഇതേ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എ കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് പി ആയതുകൊണ്ട് എ സ്ക്വയർ കോൺഗ്രുവൻ ടു മൈനസ് 1 സ്ക്വയർ മോഡ് പി. അതെന്താണ്, എ സ്ക്വയർ കോൺഗ്രുവൻ ടു 1 മോഡ് പി. സോ ബോത്ത് കേസിൽ ഏതൊരു കേസിൽ നമുക്ക് എന്താ കിട്ടുക, എ സ്ക്വയർ കോൺഗ്രുവൻ ടു 1 മോഡ് പി ആണെന്നാണ് കിട്ടുക. അതായത് എ സ്ക്വയർ കോൺഗ്രുവൻ ടു 1 മോഡ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻ ടു 1 മോഡ് പി. അതായത് എൻ്റെ ഇൻവേഴ്സ് എ തന്നെയാണ്. സോ എ ഈസ് self-invertible modulo P. Next is the Wilson's theorem. Theorem 7.1, Wilson's theorem. If P is a prime, then P minus 1 factorial is congruent to minus 1 mod P. ഓക്കെ, പി ഒരു പ്രൈം ആണെങ്കിൽ പി മൈനസ് 1 ഫാക്ടോറിയൽ എന്താവും, കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് പി. ഇതാണ് വിൽസൺസ് തിയറം പറയുന്നത്. ഓക്കെ, സപ്പോസ് പി ഈസ് ഈക്വൽ ടു 2. പി പ്രൈം ആണ്. സോ പി എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണല്ലേ. സോ വെൻ പി ഈക്വൽ ടു 2, പി ഈക്വൽ ടു 2 ആകുമ്പോൾ പി മൈനസ് 1 ഫാക്ടോറിയൽ എന്താണ്, 2 മൈനസ് 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 1. ദെൻ 1 ഈസ് കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് 2 അല്ലേ. 1ന് നമുക്ക് എന്താ കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് 2 ആണെന്ന് എഴുതാം. അതായത് ഈ 1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, 1 മൈനസ് 1 2 എന്ന് കിട്ടും ആൻഡ് 2 ഡിവൈഡ്സ് 2. സോ 1 ഈസ് കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് 2 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, പി മൈനസ് 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് 2. ഇവിടുത്തെ പി എന്തായിരുന്നു, 2 ആണ് അല്ലേ. സോ ഇവിടെ മോഡ് 2ന് അതായത് പി ഈക്വൽ ടു 2 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി മൈനസ് 1 ദാറ്റ് ഈസ് 2 മൈനസ് 1 ഫാക്ടോറിയൽ 1 കോൺഗ്രുവൻ ടു മൈനസ് 1 മോഡ് പി. പി എന്താണ്, 2. സോ പി ഈക്വൽ ടു 2 ആകുമ്പോൾ ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദസ് ദ തിയറം ഈസ് ട്രൂ ഫോർ പി ഈക്വൽ ടു 2. ഇനി നമ്മൾ പി ഗ്രേറ്റർ ദാൻ 2 ആണ് എന്ന് സപ്പോസ് ചെയ്തു. പി ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴും എന്താണ്, ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് കാണിക്കണം. So the least positive residues 1 through p minus 1 are invertible modulo p. നേരത്തെ നമ്മൾ കണ്ടുല്ലേ, ഒരു പ്രൈം പി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് 1 2 3 എക്സെട്ര പി മൈനസ് 1 ഇതെല്ലാം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് by lemma 7.1, 2 of them 1 and p minus 1 are their own inverses. സോ നമ്മൾ കണ്ടു, പി ഒരു പ്രൈം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ലീസ്റ്റ് റെസിഡ്യൂസ് 1 2 3 എക്സെട്ര പി മൈനസ് 1 ഇതെല്ലാം ഇൻവേർട്ടിബിൾ ആണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ ഫസ്റ്റത്തതും പി മൈനസ് 1ഉം ലാസ്റ്റത്തതുമായ 1ഉം പി മൈനസ് 1ഉം എന്താണ്, സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. കാരണം 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണെന്നും പി മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് എന്താണ്, പി മൈനസ് 1ഉം തന്നെയാണ്. അതായത് 1ഉം പി മൈനസ് 1ഉം എന്താണ്, സെൽഫ് ഇൻവേർട്ടിബിളുമാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് 1 ത്രൂ പി മൈനസ് 1 ആർ ഇൻവേർട്ടിബിൾ മോഡുലോ പി ആൻഡ് 2 ഓഫ് ദം 1 ആൻഡ് പി മൈനസ് 1 ആർ ദെയർ ഓൺ ഇൻവേഴ്സസ്. അതായത് അതെന്താണ്, സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. സോ നമ്മൾ എന്ത് പറഞ്ഞത്, എല്ലാം ഇൻവേർട്ടിബിൾ ആണ്. 1 to p മൈനസ് 1 വരെയുള്ള എല്ലാം ഇൻവേർട്ടിബിൾ ആണ്. അതിൽ 1ഉം p മൈനസ് 1ൻ്റെയും ഇൻവേഴ്സ് എന്താ, അത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി 1ഉം p മൈനസും ഒഴിവാക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ള 2 3 എക്സെട്ര p മൈനസ് 2
ഇത് എത്ര എണ്ണം ഉണ്ട്? 2 മുതൽ p-2 വരെ p-3 എണ്ണം ഉണ്ട്. p-3 ഈ p-3 റെസിഡ്യൂസും എന്താണ് ഉണ്ട്? p-3 റെസിഡ്യൂസ് ഉണ്ട്. ഈ p-3 റെസിഡ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ p-3 റെസിഡ്യൂസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ഓഫ് പെയേഴ്സ് ഓഫ് ഇൻവേഴ്സസ് എ ആൻഡ് എ ഇൻവേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1ൻ്റെയും p-1ൻ്റെയും ഇൻവേഴ്സ് എന്താണ്? അത് തന്നെയാണ്. ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിൻ്റെയും ഇൻവേഴ്സുകൾ എന്താണ്? പരസ്പരം അതായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ 2ൻ്റെ ഇൻവേഴ്സ് ഇതിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും, 3ൻ്റെ ഇൻവേഴ്സ് ഇതിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും. സോ 2 ഇൻവേഴ്സ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യും, 3 ഇൻവേഴ്സ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ബാക്കിയുള്ള ഈ p-3 എണ്ണത്തിനെയും അതേപോലെ എ ഇൻവേഴ്സ് എന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, 2ൻ്റെ ഇൻവേഴ്സ്, 3ൻ്റെ ഇൻവേഴ്സ്, അങ്ങനെ ഇതിലുള്ള ബാക്കി എല്ലാത്തിനും p-3 റെസിഡ്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദ റിമൈനിങ് p-3 റെസിഡ്യൂസിനെ ഗ്രൂപ്പ് ചെയ്തു, പെയേഴ്സ് ആക്കിയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ എത്ര പെയേഴ്സ് അവിടെ ഉണ്ടാവും? p-3 റെസിഡ്യൂസ്. അതിനെ പെയേഴ്സ് ആക്കി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ p-3/2 പെയേഴ്സ് ആയിട്ട് ഗ്രൂപ്പുകളാക്കിയിട്ട് വെച്ചു. ആൻഡ് ഓഫ് ഇൻവേഴ്സസ് എ ആൻഡ് ബി വെർ ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. അങ്ങനെ പെയേഴ്സ് ആക്കാണ് എ ബി അങ്ങനെ പെയേഴ്സ് ആക്കി വെച്ചു. ബി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി. എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആ രീതിയിൽ അതിനെ പെയേഴ്സ് ആക്കി വെച്ചു. ആകെ p-3 റെസിഡ്യൂസ് ആണുള്ളത്. സോ പെയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ p-3/2 പെയേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. എയും എ ഇൻവേഴ്സും ആണ് ഒരു പെയർ. എ ഇൻവേഴ്സിനെ നമ്മൾ ബി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്തായിരിക്കും? എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ് അല്ലേ. എൻ്റെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. സോ എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. എ ഇൻവേഴ്സിനെ നമ്മളിവിടെ ബി എന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആവും ഫോർ എവറി പെയർ എ ആൻഡ് ബി. അങ്ങനത്തെ എ ബി എത്ര പെയേഴ്സ് ഉണ്ട്? p-3/2 പെയേഴ്സ് ഉണ്ട്. ഓരോ പെയറിനും എ ബി കോൺഗ്രുവൻറ്റ് ടു 1 mod p ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 2 × 3 × എക്സെട്ര × p-2 കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് എഴുതാം. അതായത് ഇവിടെ 2 × 3 × എക്സെട്ര × p-2 ഈ പ്രൊഡക്റ്റ്, ഈ എക്സെട്രേൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും എന്ത്? 2ൻ്റെ ഇൻവേഴ്സ്. സോ 2 ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്. അതെന്തായിരിക്കും? 2 ഇൻവേഴ്സ് എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. ബി എന്താണ്? എ ഇൻവേഴ്സ് ആണെങ്കിൽ. സോ 2 ഇൻവേഴ്സ് എന്താവും? mod pയിൽ 1 ആവും അല്ലേ. സോ 2 ഇൻവേഴ്സ് കോൺഗ്രുവൻറ്റ് ടു 1 ആവും. പിന്നെ അടുത്തത് 3ൻ്റെ ഇൻവേഴ്സ്, അതും ഇവിടെ തന്നെ ഉണ്ടാവും. 3ൻ്റെ ഇൻവേഴ്സും ഇതിൽ തന്നെ ഉണ്ടാവും. സോ 3 ഇൻവേഴ്സും എന്താവും? mod p കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. സോ ഇൻറ്റു 1 അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു പെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള 2ൻ്റെ ഇൻവേഴ്സ്, 3ൻ്റെ ഇൻവേഴ്സ്, p-2ൻ്റെ ഇൻവേഴ്സ്, അതെല്ലാം എന്താവും? ഓരോന്നും എന്താവും? കോൺഗ്രുവൻറ്റ് ടു 1 mod p ആവും. സോ ഈ പ്രൊഡക്റ്റിന് നമുക്ക് എന്തെഴുതാം? ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നെഴുതാം. ഇനി p-1 ഫാക്ടോറിയൽ എന്താണ്? 1 × 2 × 3 × എക്സെട്ര × p-2 × p-1 അല്ലേ. സോ ഇതിൽ 2 × 3 × എക്സെട്ര × p-2 അതുവരെ 1നെയും p-1നെയും അവിടെ വെച്ചു. അതിൻ്റെ ഉള്ളിലുള്ള 2 × 3 × എക്സെട്ര × p-2 കൺസിഡർ ചെയ്തു. അത് നമ്മൾ എന്താണെന്ന് കണ്ടിട്ടുണ്ട്? കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. സോ അത് നമുക്കിവിടെ കൊടുക്കാം. 1 × ഇവിടെ ഇതെന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 mod p. 1 ഇൻറ്റു ഈ p-1 എവിടെയാണത്? mod pയിൽ. സോ 1 × 1 × p-1 mod p എന്നെഴുതാം. അതായത് ഇനി p-1 എന്താണ്? p-1 നമ്മൾ പറഞ്ഞു p-1ൻ്റെ ഇൻവേഴ്സ് p-1 തന്നെയാണ്. അതായത് p-1 എന്താണ്? സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ആവുന്ന നമ്പേഴ്സിനെ കുറിച്ചിട്ടൊരു പ്രോപ്പർട്ടി ലെമ്മ 7.1 പറഞ്ഞിരുന്നു. ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എ സെൽഫ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് എന്തായിരുന്നു? എ കോൺഗ്രുവൻറ്റ് ടു +or-1 mod p. ഓക്കെ, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എ സെൽഫ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു +or-1 mod p ആണെന്ന് പറയുന്നു. സോ ഇവിടെ p-1 എന്താണ്? സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. p-1ൻ്റെ ഇൻവേഴ്സ് p-1 തന്നെയാണ്. സോ p-1 എന്താണെന്ന് പറയാം? p-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു +or-1 mod p ആണ്.
അതായത് പി മൈനസ് വൺ എന്താണ് കോൺഗ്രുവൻ ടു 1 മോഡ് പി ഓർ പി മൈനസ് വൺ ഈസ് കോൺഗ്രുവൻ ടു -1 മോഡ് പി ആണ്. സോ പി മൈനസ് വൺ കോൺഗ്രുവൻ ടു 1 മോഡ് പി ആണെങ്കിൽ ഇതെന്താ വരാം, പി മൈനസ് വൺ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു പി -2. പക്ഷേ പി എന്ത് ചെയ്യില്ല, പി -2നെ ഡിവൈഡ് ചെയ്യില്ല, കാരണം പി ഒരു പ്രൈമാണ് അല്ലേ. സോ പിന്നെന്താണ്, പി -1 കോൺഗ്രുവൻ ടു -1 മോഡ് പി ആണ്. ഇവിടെ എന്താണ്, പി -1 +1 ആണ്, ദാറ്റ് ഈസ് പി. പി ഡിവൈഡ്സ് പി ആണ്. സോ പി -1 ഈസ് കോൺഗ്രുവൻ ടു -1 മോഡ് പി എന്ന് പറയാം. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, പി -1 മോഡ് പി. പി -1 എന്താണ് മോഡ് പിയിൽ, പി -1 സെൽഫ് ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് ഇതിന് നമുക്ക് -1 എന്ന് കൊടുക്കാം. സോ -1 മോഡ് പി എന്ത് കിട്ടി, പി -1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ ടു -1 മോഡ് പി വെർ പി ഇസ് എ പ്രൈം. ഇതാണ് വിൽസൺസ് തിയറം. തിയറം 7.2 അല്ല പറയുന്നത്, ഇഫ് n is a positive integer such that n-1 factorial is congruent to -1 mod n, then n is a prime. n ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് congruence, n-1 factorial congruent to -1 mod n, then n is a prime. അതാണ് കാണിക്കുന്നത്. നമ്മൾ വിൽസൺസ് തിയറത്തിൽ എന്തായിരുന്നു പറഞ്ഞത്, പി ഒരു പ്രൈം ആണെങ്കിൽ പി -1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി ആവും എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താണ്, n ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ n-1 ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് കോൺഗ്രുവൻസ്, n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n, ദെൻ n ഈസ് എ പ്രൈം. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇറ്റ് ഈസ് ദ കൺവേഴ്സ് ഓഫ് ദി വിൽസൺസ് തിയറം. ഓക്കെ. സോ ഇവിടെ n എന്താണ്, ഒരു പ്രൈം ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ വി ഹാവ് എൻ ഇൻറ്റീജർ, പോസിറ്റീവ് ഇൻറ്റീജർ n, ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് കോൺഗ്രുവൻസ്, n-1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n. We have to show n is a prime. Suppose that n is a composite number, then we can write n as n equal to a into b, where 1 less than a comma b less than n. Okay, n equal to a into b ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, a divides n. ആൻഡ് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n ആണ്. അതുകൊണ്ട് ഇവിടുന്ന് എന്താ എഴുതാം, n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ -1, ദാറ്റ് ഈസ് n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1. a ഡിവൈഡ്സ് n ആൻഡ് n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1. അതായത് a ഡിവൈഡ്സ് b, b ഡിവൈഡ്സ് c ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, a ഡിവൈഡ്സ് c എന്ന് പറയാം. അതുപയോഗിച്ചിട്ട് a ഡിവൈഡ്സ് n, n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1. സോ a എന്ത് ചെയ്യും, a ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1 എന്ന് കിട്ടും. നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് വെച്ചു. ഇനി നോക്കൂ, നമ്മളിവിടെ n ഇസ് ഈക്വൽ ടു എ ബി ആണ്, a ഇൻറ്റു ബി ആണ്. അതുകൊണ്ട് തന്നെ a എന്താണ്, ഇസ് എ ഫാക്ടർ ഓഫ് n. സോ എ എന്ന് പറയുന്നത് എന്താവും, 1ൻ്റെയും n-ൻ്റെയും ഇടയിലുള്ള ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതായത് എ എന്ന്, അപ്പോൾ എക്ക് വരാവുന്ന വാല്യൂസ് ഏതാണെന്നൊക്കെയാണ്, 1 ലെസ് ദാൻ എ ലെസ് ദാൻ n. എ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻറ്റിജർ ബിറ്റ്വീൻ 1 and 2. സോ എ വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 2, 3, 4 എക്സെട്ര n-1. ഇതാണ് എൻ്റെ വാല്യൂസ്. ഓക്കെ. സോ എ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, എ 2 ആവാം, 3 ആവാം, n-1 ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ. എ n-1 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയാം. കാരണം എ എന്താണ്, എ ക്യാൻ ബി 2, 3 എക്സെട്ര n-1. n-1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും എ. സോ എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ എന്താണ്, 1 × 2 × 3 × എക്സെട്ര n-1. സോ ഇതിൽ ഈ പ്രൊഡക്റ്റിൽ വരുന്ന ഏതോ ഒരു നമ്പറാണ് എ. സോ എ ഡിവൈഡ്സ് ഈ പ്രൊഡക്റ്റ് എന്ന ഫോർമുല അതാ. സോ എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയത്, ഇക്വേഷൻ 1ൽ നമുക്കറിയാം എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1 ആണ്. ആൻഡ് ഇക്വേഷൻ 2ൽ എന്താണ്, എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ. അല്ലെങ്കിൽ എന്താണ്, എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ആണെങ്കിൽ എ എന്ത് ചെയ്യും, ഈ ബിയുടെയും സിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യും. സോ അത് വെച്ചിട്ട് നമുക്ക് എന്താ എഴുതാം, എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1 ആൻഡ് എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ. സോ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ എ ഡിവൈഡ് ചെയ്യും, ദാറ്റ് ഈസ് എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ +1 മൈനസ് n-1 ഫാക്ടോറിയൽ. ഓക്കെ. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ n-1 ഫാക്ടോറിയൽ മൈനസ് n-1 ഫാക്ടോറിയൽ ക്യാൻസൽ ആവും, ബാക്കി എന്താ ഉള്ളത് 1. സോ എ ഡിവൈഡ്സ് 1 എന്ന് കിട്ടും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. എ ഡിവൈഡ്സ് 1 ആണെങ്കിൽ പിന്നെ എ ഈക്വൽ ടു 1 ആണ്. പക്ഷെ നമ്മൾ എ എന്താ എടുത്തത്, എ ഈസ് 1 ലെസ് ദാൻ എ ലെസ് ദാൻ
എൻ ആയിരുന്നു. അതായത് എ എന്താണ് 2, 3 എക്സെട്ര n-1 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിട്ടാണ് നമ്മൾ എന് എടുത്തത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് a ഡിവൈഡ്സ് 1. a ഡിവൈഡ്സ് 1 ആണെങ്കിൽ a ഈക്വൽ ടു 1 ആവണം. പക്ഷേ അതെന്താണ്, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം എന്താണ്, നമ്മൾ a ഇസ് എ കോമ്പോസിറ്റ്, n ഇസ് എ കോമ്പോസിറ്റ് നമ്പർ എന്നെടുത്തത് കൊണ്ടാണ്. സോ n മസ്റ്റ് ബി എ പ്രൈം.